ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. Only at Regalia Golden Diamond, ചാവക്കാട്. 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ട്രോളിംഗ് നിരോധനത്തിന് തുടക്കം. ഇനി തീരത്ത് വറുതിയുടെ പെരുമഴക്കാലം. ഇനിയുള്ള ദിവസങ്ങളിൽ കേരള തീരത്ത് യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനമായിരിക്കും. എന്നാൽ പരമ്പരാഗത വള്ളങ്ങൾക്ക് മീൻ പിടിക്കുന്നതിന് വിലക്കില്ല. ഇന്നലെ അർദ്ധരാത്രി മുതൽ നിലവിൽ വന്ന ട്രോളിംഗ് നിരോധനം ചാവക്കാട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള മേഖലയിലെ 50,000-ഓളം തൊഴിലാളികളെയാണ് നേരിട്ട് പ്രതിസന്ധിയിലാക്കുന്നത്. ഇന്ധനവില വർധനവും മത്സ്യക്ഷാമവും മൂലം മത്സ്യബന്ധന മേഖല പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ട്രോളിംഗ് നിരോധനം വന്നെത്തുന്നത്. ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾക്കും 24 മണിക്കൂർ മാത്രം കടലിൽ കഴിയുന്ന ചെറിയ ബോട്ടുകൾക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഇക്കുറിയും ഉയർന്നിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലം പൊതുവെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണർവിന്റെ കാലമാണ്. എന്നാൽ ഇക്കുറി കൊച്ചി, ബേപ്പൂർ കപ്പലപകടങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ചെറിയ ബോട്ടുകൾക്ക് ട്രോളിംഗ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന് ബോട്ട് ജീവനക്കാരനും പൊതുപ്രവർത്തകനുമായ നൌഷാദ് കൈതവളപ്പിൽ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഫിഷറീസ് വകുപ്പുമായി ചേർന്നുകൊണ്ടാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ട്രോളറുകൾക്ക് കടലിൽ പോകാനോ മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്നുള്ളതാണ് ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഭാഗമായി പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരമ്പരാഗത തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല എന്നുള്ളതും ഈ കാലയളവിലെ ഒരു സുപ്രധാന തീരുമാനമാണ്. എല്ലാ ട്രോളിംഗ് നിരോധന സമയത്തും അങ്ങനെ തന്നെയാണ് സർക്കാർ തീരുമാനം എടുക്കാറുള്ളത്. ഈ കേരളത്തിലെ മത്സ്യ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് അനുഭവിക്കുന്നതെന്ന് എല്ലാവരും തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും അതിൻ്റെ നടത്തിപ്പുകാരും എല്ലാവരും തന്നെ കഴിഞ്ഞ 1-2 വർഷക്കാലമായി മത്സ്യ സമ്പത്തിൻ്റെ ലഭ്യതയിൽ വന്നിട്ടുള്ള ഇടിവിൻ്റെ ഭാഗമായി അവരെല്ലാവരും തന്നെ വലിയ കടത്തിലും കടക്കിണിയിലുമാണ് ഇന്നുള്ളത്. അതിനൊപ്പം തന്നെയാണ് ഈ ട്രോളിംഗ് നിരോധനം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രോളറുകൾ, ബോട്ടുകൾ വല്ലാത്ത പ്രയാസത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ സൂചിപ്പിച്ച പോലെ, മുൻ വർഷങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കൃത്യമായൊരു പഠനം സർക്കാർ തലത്തിൽ നടത്തുകയും ബോട്ടുകളുടെ കാറ്റഗറി തിരിച്ചുകൊണ്ട് ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ കഴിയാവുന്ന ബോട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളൊപ്പം തന്നെ മീൻ പിടിക്കാനുള്ള അനുവാദം കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക. ഇന്ന് ചെറിയ ബോട്ട് തുടങ്ങി വമ്പൻ ട്രോളറുകൾ വരെ ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി കരയിലിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ബോട്ടുകൾ നടത്തുന്ന ആളുകൾക്ക് വല്ലാത്ത പ്രയാസമാണ് ഈ 2 മാസക്കാലം ഉണ്ടാകാൻ പോകുന്നത്. നിലവിലുള്ള ഈ മത്സ്യലഭ്യതയുടെ കുറവും ഇന്ധന ചെലവും അതിൻ്റെ മറ്റ് സാങ്കേതിക വശങ്ങൾക്കൊക്കെ വന്നിട്ടുള്ള ചെലവുകളും ഭാരിച്ച ചെലവുകളാണ് അതിനൊക്കെയുള്ളത്. അതും ഇതും കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രയാസത്തെ പരിഹരിക്കാൻ വേണ്ടിയുള്ള അടിയന്തര ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, മത്സ്യമേഖലയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അടിയന്തര ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര, എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ, അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജുവല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 sterling silver ornaments. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.